ഹായ്. ആം, ഞാൻ ഇന്ന് സംസാരിക്കുന്നത് എൻ്റെ വിന്നിങ് സീക്രട്ട് അല്ലെങ്കിൽ വൺ ഓഫ് മൈ വിന്നിങ് സ്ട്രാറ്റജി എന്ന രീതിയിലാണ്. എന്നെ ജയിക്കാൻ പഠിപ്പിച്ച ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയെക്കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. സംതിങ് ഫ്രം മൈ കോളേജ് ഡേയ്സ്. എൻ്റെ കോളേജിൽ എന്നെ പഠിപ്പിച്ച ടീച്ചറാണ് ടിഷ എന്നാണ് ടീച്ചറിൻ്റെ പേര്. എൻ്റെ മലയാളം ടീച്ചറായിരുന്നു. ഓക്കെ. ഞാൻ പഠിക്കണതിൽ ചെറുപ്പം മുതൽ ഭയങ്കര താല്പര്യമുള്ള വ്യക്തിയല്ല. എങ്ങനെയൊക്കെ ജയിച്ച് വന്ന ആളാണ്. ഒരു ഡിഗ്രി വരെ വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ആളാണ്. അപ്പോൾ ഡിഗ്രിക്ക് പോയപ്പോൾ പ്രത്യേകത എന്ന് ചോദിച്ചാൽ എനിക്ക് ക്ലാസ്സിൽ 30 പേരാണ് ഉള്ളത്. 30 പേരിൽ ഏറ്റവും കുറവ് മാർക്ക് മേടിച്ച് ഡിഗ്രിക്ക് അവിടെ ജോയിൻ ചെയ്ത ആൾ ഞാൻ തന്നെ. എനിക്ക് എത്രയോ +2 56% സംതിങ് ആണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം +2 വരെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഏകദേശം 60 പേരുണ്ടെങ്കിലും നമ്മളല്ല ആ ക്ലാസ്സിലെ ഏറ്റവും പഠിക്കാത്ത ഒരു വ്യക്തി. നമ്മുടെ പിന്നിൽ ഒരുപാട് പേരുണ്ടാവും. അതുകൊണ്ട് നമുക്ക് അധികം ചോദ്യമൊന്നും വരില്ല. ഓക്കെ. പക്ഷേ ഡിഗ്രിക്ക് പോയപ്പോൾ കാര്യം മാറി. കാരണം ആ ക്ലാസ്സിലെ ഏറ്റവും കുറവ് മാർക്കുള്ള വ്യക്തി ഞാനായിരുന്നു. അപ്പോൾ ഓരോ എക്സാമും ക്ലാസ് ടെസ്റ്റുകളൊക്കെ നടത്തുന്ന സമയത്ത് നമുക്ക് മാർക്ക് ഉണ്ടാവില്ല. ഓക്കെ. അപ്പോൾ എപ്പോഴും നമ്മളുടെ ടീച്ചർ, എൻ്റെ ക്ലാസ് ടീച്ചർ എന്നോട് ചോദിക്കും, എന്താ സുജീഷിന് മാർക്ക് കുറയണമെന്ന്. ഓക്കെ. എന്നെ സംബന്ധിച്ചോളം എനിക്ക് മാർക്ക് കുറയില്ല. ഞാൻ ഇന്നേ വരെ ഇത്രയും കാലം എന്ത് മാർക്കാണോ മേടിച്ചിട്ടുള്ളത് ആ മാർക്ക് ഞാൻ വാങ്ങുന്നുണ്ട്. പക്ഷേ എൻ്റെ ഇപ്പോൾ പഠിക്കുന്നവരെല്ലാം നന്നായി മാർക്ക് മേടിക്കുന്നതായതുകൊണ്ട് മാത്രം ഞാൻ ബാക്കിലേക്ക് പോയിക്കുക. അതായത് അവസാന പേഴ്സൺ. അപ്പോൾ എൻ്റെ ടീച്ചർ എപ്പോഴും ചോദിക്കും എന്നോട്, എന്താ സുജീഷിന് മാർക്ക് കുറയുന്നെന്ന്. സുജീഷ് എത്രത്തോളം മാർക്ക് സാധാരണ മേടിക്കാറുണ്ടോ ആ മാർക്കെല്ലാം സുജീഷ് വാങ്ങാറുണ്ട്. പക്ഷേ ബാക്കിലായി പോയി. എനിക്ക് ഭയങ്കര ബാഡായിട്ട് ഫീൽ ചെയ്യും. കാരണം നമ്മുടെ ലെവലിൽ നമ്മൾ അച്ചീവ് ചെയ്യുന്നുണ്ട്, പക്ഷേ യു ആർ ബിക്കമിങ് ലാസ്റ്റ്. ആ ഒരു ഫീല് ഞാൻ ആദ്യമായിട്ട് അനുഭവിക്കണം. കാരണം +2 വരെ നമ്മുടെ പിന്നിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഒരു ഫീല് നമുക്ക് ഇന്നേ വരെ വന്നിട്ടില്ല. ഡിഗ്രിക്ക് എത്തിയപ്പോഴാണ് ഏറ്റവും അവസാനം നിൽക്കണവൻ്റെ വ്യക്തിൻ്റെ ഫീൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ എനിക്ക് ഇനി അവിടെ ഒന്നും ചെയ്യാനില്ല. എനിക്ക് എൻ്റെ ലെവലിൽ ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ ലെവലിൽ എങ്ങനെ ചെയ്താലും ഞാൻ അവസാനത്താണ്. 30ാമത് ഞാനായിരിക്കും. ഓക്കെ. അപ്പോൾ മെജോറിറ്റി എക്സാമിൽ ഞാൻ തന്നെ ആയിരിക്കും പിന്നിൽ. എൻ്റെ ടീച്ചർ ഇങ്ങനെ എന്നോട് പലതവണ ചെയ്യും. അങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഒരുപക്ഷെ എൻ്റെ ലൈഫിൽ കുറേ മാറ്റങ്ങൾ വരുത്തിയ ഒരു വ്യക്തി എൻ്റെ ലൈഫിലേക്ക് വരുന്നത്. ടീച്ചറിൻ്റെ പേര് ടീച്ചർ എന്നാണ്. എനിക്ക് മലയാളം പഠിപ്പിച്ച് തരുന്ന ടീച്ചറാണ്. മലയാളത്തോടുള്ള എൻ്റെ താല്പര്യം ഭയങ്കര ബോറായിരുന്നു. എനിക്ക് മലയാളം തീരെ ഇഷ്ടമല്ലായിരുന്നു ആ സമയത്ത്. കാരണം ഹിന്ദി പഠിക്കരുത് എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രം ഞാൻ മലയാളം ക്ലാസ്സിനെ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ചൂസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ. കാരണം എന്ത് വെച്ചാൽ മലയാളത്തിൽ നമ്മൾ ഒരുപാട് എഴുതണം, ചവറ് പോലെ എഴുതണം. ഓക്കെ. ഒരുപാട് എഴുതിയാൽ പോലും എനിക്ക് മാർക്ക് കിട്ടാറില്ല. അതായത് ഞാൻ പഠിക്കുന്ന ക്ലാസ്സിൽ ഏറ്റവും പഠിക്കാത്ത വ്യക്തി മലയാളത്തിൽ A+ പഠിക്കുന്ന സമയത്തും എനിക്ക് ചിലപ്പോൾ A കിട്ടും. ആ ലെവലാണ്. അതായത് ഏറ്റവും പഠിക്കാത്തവൻ പോലും അതിൽ A+ പഠിക്കുമ്പോൾ ഞാൻ A പഠിക്കും. അപ്പോൾ എനിക്ക് മലയാളത്തിലോട് വലിയ താല്പര്യമില്ല. ഓക്കെ. പക്ഷേ ഹിന്ദി പഠിക്കാൻ എനിക്ക് പറ്റില്ല എന്നുള്ള കാരണം കൊണ്ട് മാത്രം ഞാൻ മലയാളം സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ചൂസ് ചെയ്യണം. മലയാളം 26 പേര് ഓൾമോസ്റ്റ് ഹിന്ദി ചൂസ് ചെയ്തു. 4 പേര് മാത്രമാണ് മലയാളം ചൂസ് ചെയ്തത്. അതിൽ ഒരാൾ ഞാനാണ്. ഓക്കെ. അപ്പോൾ മലയാളം ക്ലാസ്സിലേക്ക് 4 പേരേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മലയാളം ക്ലാസ് വരുന്ന സമയത്ത് ഞങ്ങൾ 4 പേരും മാറി വേറെ ക്ലാസ്സിലേക്ക് പോകും. മൺഡേ, ട്യൂസ്ഡേ ആൻഡ് വെനസ്ഡേ ഈ 3 ദിവസങ്ങളിലെ മലയാളം ക്ലാസ് ഉള്ളൂ. അതായത് മൺഡേയും ട്യൂസ്ഡേയും ഉച്ചയ്ക്ക് ശേഷം ആദ്യത്തെ 2 പീരീഡ് മലയാളം ക്ലാസ് ആയിരിക്കും. പിന്നെ വെനസ്ഡേ പറഞ്ഞു കഴിഞ്ഞാൽ 1 പീരീഡ്. ഓക്കെ. മലയാളം ക്ലാസ്സിലേക്ക് പോകണം. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, എന്നാലും ഞാൻ പോവാണ്. ഓക്കെ. മലയാളം ക്ലാസ്സിൽ ഞാൻ കുറേയൊക്കെ അറ്റൻഡ് ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് എന്തോ ഒരു കാര്യം എന്തോ ഒരു പരിപാടി ഉണ്ട്, കോളേജിൻ്റെ എന്തോ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ കഥ എഴുതുക എന്നുള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന് ചുമ്മാ പോയി ഇരുന്ന് കഥയൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാനിങ്ങനെ ഓരോ കഥ എഴുതിയിട്ട് ഈ ടീച്ചറെക്കുറിച്ച് ഞാൻ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഞാനൊരു പാട്ട് അതായത് ഒരു പാരഡി പാട്ട് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ പാട്ടിൽ ഞാൻ അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറിയിൽ എൻ്റെ മലയാളം ടീച്ചറിനോട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. എനിക്ക് എൻ്റെ ലൈഫിൽ അത്രയും കാലം വരെ വന്ന മലയാളം ടീച്ചേഴ്സ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, നമ്മളെ ഡിസ്ഫേവർ ചെയ്യണ ഞാനൊരു ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു പേഴ്സണാണ്. അതായത് ഒരു കാര്യം ചെയ്യുമ്പോൾ മലയാളമൊക്കെ നമുക്ക് ക്രിയേറ്റിവിറ്റിക്ക് ഭയങ്കര സ്പേസുള്ള ആളാണ്. ഞാൻ പലതും ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ ടീച്ചേഴ്സിന് അത് ഇഷ്ടമല്ല. അപ്പോൾ എപ്പോഴും ഡീമോട്ടിവേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ എനിക്ക് മലയാളം ഇഷ്ടമില്ലാത്തത്. കാരണം മലയാളം ടീച്ചേഴ്സ് എപ്പോഴും ഇങ്ങനത്തുള്ള ആൾക്കാരായിരിക്കും അതുവരെ. ഓക്കെ. ബട്ട് ഈ ടീച്ചർ അത് ഞാൻ കഥയൊക്കെ എഴുതി, അതൊരു കോമ്പറ്റീഷനായിരുന്നു. കഥയൊക്കെ എഴുതി ഞാൻ ജയിച്ചൊന്നുമില്ല, പക്ഷേ കഥയൊക്കെ എഴുതി കൊടുത്തു. ഞാൻ മലയാളം ക്ലാസ്സിൽ എന്തോ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ടീച്ചർ അങ്ങനെ പറഞ്ഞത്, സുജീഷ് ഇങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ സുജീഷ് നമുക്കൊക്കെ ഒരു ചാൻസ് തരുമല്ലോ അല്ലേ, സിനിമ എന്തോ കാര്യം പറയുമ്പോൾ സുജീഷ് നമുക്കൊക്കെ ചാൻസ് തരുമല്ലേ കഥയൊക്കെ എഴുതുമ്പോൾ എന്നല്ലേ. അപ്പോഴാണ് ഞാൻ അറിയണത് ഞാൻ അന്ന് എഴുതിയ സാധനം ടീച്ചർ വായിച്ചെത്തുന്നുള്ള കാര്യം. ഓക്കെ. അപ്പോൾ ടീച്ചർ വായിച്ചു, അത് ക്ലാസ്സിൽ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തു. അവിടെ ഞാൻ വീണു, ഞാൻ ഫ്ലാറ്റ് ആകണം. ഓക്കെ. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു മലയാളം ടീച്ചർ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യണം. ഓക്കെ. ആദ്യമായിട്ടാണ്. നോർമലി എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു
സബ്ജക്റ്റാണ്. അപ്പോൾ എനിക്ക് അപ്രീസിയേഷൻ കിട്ടിയപ്പോൾ ഐ എം ബിക്കം വെരി ഹാപ്പി. അപ്പോൾ എൻ്റെ പിന്നീടുള്ള കാര്യം വന്നാൽ എങ്ങനെ ഈ ടീച്ചറിൻ്റെ നിന്ന് അപ്രീസിയേഷൻ മേടിച്ചുകൊണ്ടേയിരിക്കണം. ഓക്കെ, ഈ ടീച്ചറിൻ്റെ നിന്ന് എങ്ങനെയെങ്കിലൊക്കെ മേടിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ആ സമയത്ത് കോളേജിലേക്ക് പോകുന്നത് ഒരേ ഒരു പർപ്പസിന് വേണ്ടിയിട്ടായിരുന്നു, മലയാളം ക്ലാസ് അറ്റൻഡ് ചെയ്യാമെന്ന് മാത്രം. അതായത് 2 പീരീഡ്, ഒരു ദിവസം മൺഡേ പോയി കഴിഞ്ഞാൽ ആ 2 പീരീഡിന് വേണ്ടി മാത്രമേ ഞാൻ കോളേജിൽ പോവുക. ആ ചൊവ്വാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച തന്നെ വെനസ്ഡേ ഒരു പീരീഡുള്ളൂ. ഐ ഫീൽ വെരി ബാഡ് ഫോർ ദാറ്റ്. ബാക്കി 2 ദിവസം വ്യാഴവും വെള്ളിയും അടുത്ത തിങ്കളാഴ്ച വരാൻ വേണ്ടിയുള്ള കാത്തിരിപ്പായിരിക്കും. ഓക്കെ, അതായത് ഈ 2 പീരീഡ് മാത്രമേ ഞാൻ എൻജോയ് ചെയ്യാനുള്ളൂ, ബാക്കിയൊന്നും ഞാൻ എൻജോയ് ചെയ്യില്ല. അപ്പോൾ 2 പീരീഡിൽ എങ്ങനെയും ടീച്ചറിൻ്റെ വായിൽ നിന്ന് 4 പേരേ ഉള്ളൂ കേട്ടോ ക്ലാസ്സിൽ, പക്ഷേ ടീച്ചറിൻ്റെ വായിൽ നിന്ന് ഏറ്റവും നല്ല കമൻറ്റ് കേൾക്കുക എന്നുള്ളത് എൻ്റെ ഒരു വലിയൊരു അല്ലെങ്കിൽ ഒരു ഡിസയറായി മാറുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ബെറ്ററായി ചെയ്യാൻ തുടങ്ങി, മലയാളം എല്ലാം നന്നായി പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ടീച്ചറിൻ്റെ വായിൽ നിന്ന് എങ്ങനെ നല്ല കമൻറ്റ് കേൾക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഡിസയർ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നന്നായി പഠിച്ച് കഴിഞ്ഞാൽ നല്ല മാർക്ക് മേടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ടീച്ചർ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുമെന്നുള്ളൊരു പോയിന്റിൽ ഞാൻ നന്നായി പഠിക്കാൻ തുടങ്ങി. മോഡൽ എക്സാം വന്നു. മോഡൽ എക്സാം ഞാൻ അത്യാവശ്യം നന്നായി പഠിച്ച് ഇതിൽ 120 മാർക്കിലാണ് എക്സാം നടത്തുക. അതിൽ ഞാൻ 116 മാർക്ക് മേടിച്ചു. ഓക്കെ, പഴയ ഞാനാണ്, അതായത് +2 വരെയുള്ള ഞാനാണെന്നുണ്ടെങ്കിൽ ഞാൻ മാക്സിമം ഒരു 70 ആ മാർക്കൊക്കെ മലയാളത്തിൽ മേടിക്കുള്ളൂ. പക്ഷേ എനിക്ക് അപ്രീസിയേഷൻ വേണം എന്നുള്ളൊരു കാരണം കൊണ്ട് തന്നെ ഞാൻ ഭയങ്കരമായിട്ട് കഠിനമായി പഠിച്ചു, 116 മാർക്കോളം മേടിച്ചു. ഓക്കെ, പക്ഷേ ആ ടീച്ചർ എന്നെ അപ്രീഷിയേറ്റ് ചെയ്തില്ല. ഓക്കെ, ടീച്ചർ ഇതുപോലെ നന്നായി പഠിക്കും എന്നുള്ളൊരു കോമൺ കമൻറ്റ് ഇട്ട് തന്നു. ഓക്കെ, ഞാനപ്പോൾ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്യും. എന്നെ സംബന്ധിച്ചോളം 70 മാർക്ക് നേടുന്ന ഒരു വ്യക്തി 116ലേക്ക് എത്തിക്കണം. അതായത് ഓൾമോസ്റ്റ് 46 മാർക്ക് നമ്മൾ എക്സ്ട്രാ വാങ്ങിക്കണം. അപ്പോൾ ഐ ഷുഡ് ഗെറ്റ് അപ്രീസിയേഷൻ എന്ന ലെവലിൽ നിൽക്കുന്ന സമയത്ത് ടീച്ചറിൻ്റെ നിന്ന് എനിക്ക് അപ്രീസിയേഷൻ കിട്ടിയില്ല. ടീച്ചർ മാർക്കിട്ട് നോർമലായിട്ടുള്ളൊരു ആൻസർ ഷീറ്റ് നമുക്ക് തന്നു. അപ്പോൾ എനിക്ക് തോന്നിയത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാൻ മിസ് ചെയ്ത 4 മാർക്ക്. ഓക്കെ, ആ 120ൽ 4 മാർക്ക് എനിക്ക് മിസ്സായി. ആ 4 മാർക്ക് എനിക്ക് മിസ്സായത് കൊണ്ടായിരിക്കാം ടീച്ചർ എനിക്ക് അപ്രീസിയേഷൻ തരാതിരുന്നത്, ടീച്ചർ എനിക്ക് കോംപ്ലിമെൻറ്റ് തരാതിരുന്നത്. അപ്പോൾ അടുത്ത സെമിസ്റ്റർ, അതായത് ആദ്യത്തെ 2 സെമിസ്റ്ററാണ് മലയാളം ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് സെമിസ്റ്റർ കഴിഞ്ഞപ്പോൾ എനിക്കിതായിരുന്ന അവസ്ഥ. രണ്ടാമത്തെ സെമിസ്റ്ററിൽ 120 സ്കോർ ചെയ്യണം. ഇത് മാത്രമായിരുന്നു എൻ്റെ എയിം. ഓക്കെ, 120 സ്കോർ ചെയ്താൽ മാത്രമേ ടീച്ചറിൻ്റെ നിന്ന് അപ്രീസിയേഷൻ കിട്ടുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഞാൻ പിന്നെയും തുടങ്ങി. അതായത് ഞാൻ ഈ മലയാളം പേപ്പർ ഒരു വ്യക്തിയും മലയാളം അത്ര ഡീപ്പായിട്ട് പഠിക്കും തോന്നുന്നില്ല. ഓക്കെ, കാരണം ബാക്കി എല്ലാവരും വേറെ സബ്ജക്റ്റൊക്കെ ബെറ്ററായി പഠിക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചുകൊണ്ടിരുന്നത് മലയാളമാണ്. അതായത് അടിച്ച് പെറുക്കും. ഒരു അതായത് നമ്മളൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആൻസർ പോലും മിസ്സാകുന്നുള്ള കാരണം കൊണ്ട് തന്നെ അടിച്ച് പെറുക്കി ഞാൻ തപ്പി കണ്ടുപിടിച്ച് എല്ലാം പ്രിപ്പയർ ചെയ്തായിരിക്കും. അടുത്ത മോഡൽ എക്സാം വന്നു. ഞാൻ എക്സാം എഴുതി 120 സ്കോർ ചെയ്തു. പക്ഷേ അപ്പോഴും മലയാളം ടീച്ചർ എന്നെ അപ്രീഷിയേറ്റ് ചെയ്തില്ല. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇപ്പോഴും ആ അപ്രീസിയേഷൻ പെൻഡിങ് ആണ്, എനിക്കത് ഇനിയും കിട്ടിയിട്ടില്ല. ഓക്കെ, പക്ഷേ ഐ ആം വെരി ഡിസപ്പോയിൻറ്റഡ്, കിട്ടിയില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ അപ്രീസിയേഷൻ ഒന്നും കിട്ടിയില്ലെങ്കിലും ഞാനൊരു റിയലൈസേഷൻ വന്നു. ഓക്കെ, എനിക്കിഷ്ടമില്ലാത്ത സബ്ജക്റ്റാണ് മലയാളം, പക്ഷേ അതിൽ ഞാൻ 100% മാർക്ക് സ്കോർ ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മൾക്ക് ഒരു കാര്യത്തിൽ ബെറ്റർ ആകണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന്. യു ജസ്റ്റ് ഫാളിങ് ലവ് വിത്ത് ദാറ്റ്. അതായത് അതിലേക്ക് നമ്മൾ ഇഷ്ടപ്പെട്ട് വീണ് പോവുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഏതൊരു കാര്യത്തിൽ നമ്മൾ മികച്ചതായി മാറും. ഓക്കെ, ആ ഒരു കാര്യം മാത്രം, അതായത് അതിലേക്ക് നമ്മൾ ഇഷ്ടപ്പെട്ട് വീണാൽ മാത്രം മതി, ബാക്കിയെല്ലാം സംഭവിച്ചോളും, ഓട്ടോമാറ്റിക്കായി സംഭവിച്ചോളും. അങ്ങനെ ഒരു കാര്യത്തിനോട് നമുക്ക് ഇഷ്ടം വരുത്താൻ നമുക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൽ ബെറ്റർ ആയിക്കോളും ഓട്ടോമാറ്റിക്. അങ്ങനെ ഒരു റിയലൈസേഷൻ വന്നത് അപ്പോഴാണ്. ഓക്കെ, കാരണം എനിക്ക് ടീച്ചറിനോടായിരുന്നു ഇഷ്ടം. ഇറ്റ്സ് നോട്ട് എ പ്രേം മൂവി ലൈക്ക് ലവ്. ഓക്കെ, ഇറ്റ്സ് എ ലവ് ഫോർ അപ്രീസിയേഷൻ. ഒരു കോംപ്ലിമെൻറ്റ് തരുന്ന ഒരു വ്യക്തിയോട് നമുക്ക് തോന്നുന്ന ഒരു കൈൻഡ് ഓഫ് ലവ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ടീച്ചറിൽ നിന്ന് അപ്രീസിയേഷൻ കിട്ടാൻ വേണ്ടിയുള്ള എൻ്റെ ഏറ്റവും വലിയ പരിശ്രമമായിരുന്നു. പക്ഷേ എൻ്റെ ഓഫ് ദ വേ ഐ ബിക്കം ബെസ്റ്റ് ഇൻ മലയാളം എക്സാംസ്. അങ്ങനെ പിന്നീട് ഞാൻ എന്താ ചെയ്തു ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പിന്നെ റിയലൈസ് ചെയ്യും ഇതുപോലെ തന്നെ ബാക്കിയുള്ള സബ്ജക്റ്റിലും ഞാൻ ഫാൾ ഡൗൺ ചെയ്താൽ പോലെ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മറ്റുള്ള സബ്ജക്റ്റിനോട് ഞാൻ ഒരിക്കലും പഠിക്കാനല്ല ശ്രമിക്കുക, ഒരു സബ്ജക്റ്റ് ഇഷ്ടപ്പെടാനാണ് ശ്രമിക്കുക. ഞാനെപ്പോഴും ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ അതിൽ മിക്സഡായി മാറും എന്ന് റിയലൈസേഷൻ എനിക്ക് വന്നു. അതിനുശേഷം ഞാൻ ഒരു കാര്യം ഇങ്ങനെ ബെറ്റർ ആകാനോ അങ്ങനെ ട്രൈ ചെയ്യണം, അത് എന്നിലേക്ക് ഇഷ്ടപ്പെടുത്താൻ, ഒരു കാര്യം ഇഷ്ടപ്പെടാനാണ് ശ്രമിക്കുക. എനിക്കത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിൽ ബെറ്റർ ആയിക്കോളും എന്ന് നന്നായി എനിക്കറിയാം. ഈ പ്രിൻസിപ്പിളാണ് ഞാൻ എല്ലാവരും യൂസ് ചെയ്യാറുള്ളത്. അതായത് എനിക്ക് എന്തെങ്കിലും കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അത് അതിലേക്ക് എന്നെ ഇഷ്ടപ്പെടുത്താനാണ്. ഞാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ അതിലേക്ക് അലിഞ്ഞു ചേരും. ഓക്കെ, പിന്നെ ഞാൻ അതിലേക്ക് ബെറ്റർ ആയിക്കൊണ്ടേയിരിക്കും. ഈ സ്ട്രാറ്റജിയാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുള്ളത്. കാരണം ഫാൾ ഇൻ ലവ് വിത്ത് സംതിങ് യു വാണ്ട് ടു ബി. ഓക്കെ, അപ്പോൾ എനിക്ക് റിയലൈസേഷൻ അന്ന് ടീച്ചർ ടീച്ചർ അന്ന് എന്നെ ഡിസപ്പോയിൻമെൻറ്റ് ചെയ്ത് അന്ന് കോംപ്ലിമെൻറ്റ് തരാതെ അന്ന് പോയതാണ്. പക്ഷേ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഞാൻ ആ ടീച്ചറിൻ്റെ നിന്ന് ആ കമൻറ്റും വാങ്ങിയിട്ട്
ആ പരിപാടി അവസാനിപ്പിക്കുകയുള്ളൂ. കാരണം ഏതെങ്കിലും ഒരു സ്റ്റേജ് ആ ടീച്ചർ എന്നെ അതായത് എൻ്റെ ഒരു ഗ്രോത്തിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള പേഴ്സണാണ് ആ ടീച്ചർ. എന്തെങ്കിലും ഒരു ടീച്ചറിൽ നിന്ന് ആ കോംപ്ലിമെൻ്റ് എനിക്ക് കിട്ടും എന്നുള്ള പൂർണ്ണമായ വിശ്വാസം എനിക്കുണ്ട്.